നമ്മുടെ പുതിയ ഗവർണർ രാജേന്ദ്ര അർലേക്കറെ മുഖ്യമന്ത്രി പിണറായി വിജയൻ ഭാര്യാസമേതം പോയി കാണുകയും സമ്മാനങ്ങളൊക്കെ കൊടുക്കുകയും നല്ല വാക്ക് പറയുകയും ചെയ്തപ്പോൾ എല്ലാവരും കരുതിയത് എല്ലാം ശുഭമായി എന്നാണ്. എന്നാൽ പുതിയ ഗവർണർ നമ്മുടെ പഴയ ഗവർണർ അരീഫ് മുഹമ്മദ് ഖാന്റെ യഥാർത്ഥ പിൻഗാമിയാണെന്ന്, അതായത് കാര്യങ്ങൾ കൃത്യമായി പോകണമെന്ന കാര്യത്തിൽ നിർബന്ധ ബുദ്ധിക്കാരനാണെന്ന് ഈ കഴിഞ്ഞ ദിവസങ്ങളിലെ കേരള യൂണിവേഴ്സിറ്റി ആസ്ഥാനത്ത് നടന്നുകൊണ്ടിരുന്ന SFIയുടെ സമരം അദ്ദേഹം കൈകാര്യം ചെയ്തതിൽ നിന്ന് മനസ്സിലായി. ഒരു വാക്ക് പറഞ്ഞതേ ഉള്ളൂ, ഗവർണർ ഒന്ന് കണ്ണുരുട്ടി. അപ്പോഴേക്കും പോലീസ് അനങ്ങി, യൂണിവേഴ്സിറ്റി രജിസ്ട്രാർ അനങ്ങി, SFIക്കാർ യൂണിവേഴ്സിറ്റി ആസ്ഥാനത്ത് കുടില് കെട്ടി തുടങ്ങിയ പൊറുതി അവസാനിപ്പിക്കുകയും ചെയ്തു. കേരള യൂണിവേഴ്സിറ്റി യൂണിയന്റെ തെരഞ്ഞെടുപ്പ് നടന്നു. പക്ഷേ ഫലപ്രഖ്യാപനം ഔദ്യോഗികമായിട്ടുണ്ടായില്ല. കാരണങ്ങൾ അതുമായി ബന്ധപ്പെട്ടുണ്ടായ വിദ്യാർത്ഥി സംഘർഷത്തിൽ തെരഞ്ഞെടുപ്പ് സംബന്ധിച്ച രേഖകളൊക്കെ നഷ്ടപ്പെട്ടു, നശിച്ചു. അതുകൊണ്ട് VCക്ക് അതിൻ്റെ ഫലം പ്രഖ്യാപിക്കാനോ അല്ലെങ്കിൽ പുതിയ ഭാരവാഹികളെ സത്യപ്രതിജ്ഞ ചെയ്യിക്കാനോ കഴിഞ്ഞില്ല. അതിനെതിരെയായിരുന്നു SFIയുടെ സമരം. യൂണിവേഴ്സിറ്റി യൂണിയൻ ഭാരവാഹികളെ സത്യപ്രതിജ്ഞ ചെയ്യിക്കണം, യൂണിവേഴ്സിറ്റി യൂത്ത് ഫെസ്റ്റിവൽ നടക്കുന്നതിന് മുമ്പായിട്ട് അത് വേണം. ആ ഡിമാൻഡ് വെച്ചുകൊണ്ട് കുറേ ദിവസങ്ങളായി സർവകലാ ആസ്ഥാനത്ത് അവരുടെ സമരം നടന്നു വരികയായിരുന്നു. ഇത് സംബന്ധിച്ച 2-3 കേസുകൾ ഹൈക്കോടതിയിലുണ്ട്. അതിന് VC കൃത്യമായ ഒരു സത്യവാങ്മൂലം നൽകിയിട്ടുമുണ്ട്. തെരഞ്ഞെടുപ്പ് നടന്നത് സംബന്ധിച്ച രേഖകൾ കൈവശം കിട്ടിയിട്ടില്ല. അത് ലഭിക്കാതെ തെരഞ്ഞെടുപ്പ് ഫലം പ്രഖ്യാപിക്കാൻ പറ്റില്ല, വിജയികളെ സത്യപ്രതിജ്ഞ ചെയ്യിക്കാൻ സാധ്യമല്ല. അതാണ് അദ്ദേഹം ഹൈക്കോടതിയിൽ പറഞ്ഞിരിക്കുന്നത്. അത് സംബന്ധിച്ച കേസ് നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോഴായിരുന്നു ഈ സമരം. കേസ് നടക്കുമ്പോൾ തന്നെ സമരം അങ്ങോട്ട് മൂത്തപ്പോൾ SFIക്കാരെന്താ ചെയ്തത്? യൂണിവേഴ്സിറ്റി ആസ്ഥാനത്ത് അകത്തേക്ക് കടന്നു. അതായത് സെനറ്റ് ഹാൾ, അതാണല്ലോ നമ്മുടെ കേരള യൂണിവേഴ്സിറ്റിയുടെ ഹെഡ് ഓഫീസ്. അതിനുള്ളിലേക്ക് കടന്നിട്ട് അവിടെ പന്തല് കെട്ടി സമരം തുടങ്ങി. 3 ടയർ സെക്യൂരിറ്റി ഉള്ളൊരു സ്ഥലമാണ് കേരള യൂണിവേഴ്സിറ്റി ഓഫീസ്. അതിനെ മറികടന്നാണ് SFI പ്രവർത്തകർ അകത്ത് കടന്ന് ഒരു സമരപ്പന്തൽ കെട്ടുന്നത്, അവിടെ സമരം ചെയ്യുന്നത്. സ്വാഭാവികമായിട്ടും VC ഇടപെടുമല്ലോ. അദ്ദേഹം ഇടപെട്ടു, രജിസ്ട്രാറോട് പറഞ്ഞു പന്തൽ അഴിച്ചു മാറ്റണം എന്നാവശ്യപ്പെട്ടു. പക്ഷേ രജിസ്ട്രാർ അതിന്മേലൊരു നടപടിയെടുക്കാൻ തയ്യാറായില്ല. ഈ സെക്യൂരിറ്റി വീഴ്ചയ്ക്ക് അത് സംബന്ധിച്ചൊരു അന്വേഷണം നടത്തിയിട്ട് 3-4 സെക്യൂരിറ്റി ഗാർഡുകളാണ് അതിന് ഉത്തരവാദികളെന്ന് കണ്ടെത്തി. അവർക്കെതിരെ നടപടിയെടുക്കാനുള്ള നീക്കത്തിലാണ് യൂണിവേഴ്സിറ്റി. പക്ഷേ സമരം കൂടുതൽ രൂക്ഷമായപ്പോൾ നമ്മുടെ SFIക്കാർ അവർ VCയുടെ ഓഫീസിലേക്ക് അതിക്രമിച്ചു കടന്നു. VC ഉള്ള സമയത്തല്ല, അവിടെ ഏറെ നാശനഷ്ടങ്ങൾ വരുത്തി. VCയെ ആക്ഷേപിക്കുന്ന പോസ്റ്ററുകൾ അവിടെ പതിപ്പിച്ചു. ഇതൊക്കെ അവിടെ മറ്റു ഉദ്യോഗസ്ഥന്മാരുള്ളപ്പോഴാ, സെക്യൂരിറ്റി സ്റ്റാഫ് ഉള്ളപ്പോഴാ, രജിസ്ട്രാർ ഉള്ളപ്പോഴാ. അദ്ദേഹമാണ് ഈ ഓഫീസ് നോക്കി നടത്തേണ്ട ഒരാൾ. ആ ഒരു സാഹചര്യത്തിലാണ് ഇവിടെ SFIക്കാരുടെ അതിക്രമം നടന്നത്. ഇതിനിടെ VC പോയിട്ട് ഗവർണറെ കണ്ടു, അദ്ദേഹത്തോട് കാര്യങ്ങൾ വിവരിച്ചു. അപ്പം ഗവർണർ പറഞ്ഞത് SFIക്കാരുടെ ഈ തോന്നിയവാസങ്ങൾക്കൊന്നും വഴങ്ങണ്ട എന്നാണ്. ഇതിനിടെ ഗവർണർ VCക്കും രജിസ്ട്രാർക്കും നോട്ടീസ് അയച്ചു. SFI പ്രവർത്തകര് എങ്ങനെ അകത്ത് കടന്നു, എങ്ങനെ VCയുടെ ഓഫീസിലേക്ക് കടന്നു, എത്രത്തോളം നാശനഷ്ടങ്ങൾ വരുത്തിയിട്ടുണ്ട്, എത്ര രൂപയുടെ നാശങ്ങൾ ഉണ്ടായിട്ടുണ്ട്, എങ്ങനെയാണ് സുരക്ഷാ വീഴ്ച ഉണ്ടായത്, അതിൻ്റെ ഉത്തരവാദി ആരാണ്, അതിന് വിശദീകരണം ചോദിച്ചുകൊണ്ട് ഉടനെ തന്നെ ഗവർണർ യൂണിവേഴ്സിറ്റിക്ക് നോട്ടീസ് അയച്ചു. ഗവർണർ കണ്ണുരുട്ടുമ്പോൾ പിന്നെ മിണ്ടാതിരിക്കാൻ പറ്റും. അപ്പോൾ രജിസ്ട്രാർ ഒന്ന് അനങ്ങി. അദ്ദേഹം അതുവരെ മിണ്ടാതിരിക്കുകയായിരുന്നു. അദ്ദേഹം ഉടനെ പോലീസിന്റെ സഹായം തേടി. ഇന്നലെ പോലീസ് വന്നു. പോലീസ് വന്നപ്പോൾ ഗേറ്റ് പൂട്ടിയിരിക്കുക. എന്നുവെച്ചാൽ യൂണിവേഴ്സിറ്റി ഓഫീസ് SFIയുടെ തറവാട്ട് സ്വത്താണല്ലോ, പൂട്ടിയിട്ട് സംരക്ഷിക്കാൻ, അല്ലെങ്കിൽ മറ്റുള്ളവർ അകത്തേക്ക് കടക്കാതിരിക്കാൻ. പിന്നെ ആ പൂട്ട് ബലം പ്രയോഗിച്ച് പോലീസിന് പൊളിക്കേണ്ടി വന്നു. അകത്ത് കടന്നു, സമരപന്തൽ പൊളിച്ചു. അതിനെ തുടർന്ന് വലിയ പ്രക്ഷോഭ പരിപാടികളാണ് SFI യൂണിവേഴ്സിറ്റി ഓഫീസിന് മുമ്പിൽ നടത്തിയത്. അവിടെ പോലീസ് നടപടി ഉണ്ടാവുന്നതിന് മുമ്പ് SFIക്കാർ മറ്റൊരു കാര്യം കൂടി ചെയ്തു. വളരെ മഹത്തായ ഒരു കാര്യമാണ് കേട്ടോ. അതൊക്കെ നമ്മൾ അപ്രീഷിയേറ്റ് ചെയ്യേണ്ട സംഗതികളാണ്. അതായത് അവിടെ ഒരു ബാനർ തൂക്കുകയാണ്, കവാടത്തിൽ ഒരു വലിയ ബാനർ. അത് കേരള സർവകലാശാല VC മോഹനൻ കുന്നുമ്മൽ, ഡോക്ടർ മോഹനൻ കുന്നുമ്മലിനെ RSSന്റെ സർവസംഘചാലക് മോഹൻ ഭാഗവതിനോട് ഉപമിച്ചുകൊണ്ടുള്ള ഒരു ബാനർ. പിന്നീട് VCയെ കാണാനില്ല എന്ന പോസ്റ്ററുകൾ അവർ പ്രദർശിപ്പിച്ചു. അങ്ങനെയാണ് പോലീസിന്റെ ഇടപെടൽ ഉണ്ടാവുന്നത്. ഈ സമരം നടക്കുമ്പോൾ മറ്റൊരു കാഴ്ച നമ്മൾ കാണുകയുണ്ടായി. SFIയുടെ ഒരു നേതാവ് ജില്ലാ പ്രസിഡന്റാണെന്നാണ് പറയുന്നത്.
അദ്ദേഹം ഒരു പോലീസ് വാനിന്റെ മുകളിലേക്ക് കയറി. ഒറ്റ ഒരാളാ, അദ്ദേഹം ഇറങ്ങുന്നില്ല. അദ്ദേഹം അവിടെ തന്നെ നിന്ന് സമരം ചെയ്യുക. PC-ക്കെതിരായിട്ട്, ഗവർണർക്കെതിരായിട്ട്, പോലീസിനെതിരായിട്ട്. പോലീസുകാർ രണ്ടുമൂന്ന് പേര് കയറി നോക്കി ഒന്ന് ഇറക്കാൻ പറ്റുമെന്ന്. അദ്ദേഹത്തെ താഴേക്ക് ഇറക്കാൻ പറ്റുന്നില്ല. അവസാനം ഈ പോലീസുകാർ സമരം ചെയ്ത വിദ്യാർത്ഥികളെ അറസ്റ്റ് ചെയ്ത് നീക്കുകയാണ്. അപ്പൊ ഈ മഹാനെ കൂടെ നീക്കണമല്ലോ. അദ്ദേഹം പോലീസ് വാഹനത്തിന്റെ മുകളിൽ നീക്കുക. നമ്മുടെ പോലീസുകാർക്ക് അയാളെ ഇറക്കാൻ പറ്റുന്നില്ല. എന്തൊരു അത്ഭുതകരമായ കാര്യമാണ്. ഒരു പോലീസ് വാഹനത്തിന് മുകളിൽ, ഒരു വാനിന് മുകളിൽ ഒരു ചെറുപ്പക്കാരൻ കയറി നിന്നാൽ അയാളെ താഴേക്ക് ഇറക്കാൻ കേരള പോലീസിന് കഴിവില്ലേ? അതിനുള്ള ശേഷി അവർക്കില്ലേ? ഏതൊക്കെ രീതിയിൽ അയാളെ താഴേക്ക് ഇറക്കാം? പോലീസുകാർക്ക് തന്നെ ബലം പ്രയോഗിച്ചിറക്കാം. വേണമെങ്കിൽ ഫയർഫോഴ്സിന്റെ സഹായം തേടാം. എന്നിട്ട് പോലീസ് എന്താ ചെയ്തത്? അയാളെ ഈ വാനിന് മുകളിൽ ഇരുത്തിക്കൊണ്ട് 2 പോലീസുകാർ കയറി അയാൾക്ക് സുരക്ഷ ഒരുക്കി ഇയാളെ പോലീസ് ക്യാമ്പിലേക്ക് കൊണ്ടുപോവുകയാണ്. വാസ്തവത്തിൽ നിയമവിരുദ്ധമായ കാര്യമാണ്. ഇത്തരത്തിലുള്ള വാനുകളുടെ മുകളിൽ ആളുകൾക്ക് സഞ്ചരിക്കാൻ പാടില്ലാത്തതാ. വാസ്തവത്തിലൂടെ പോലീസ് നിയമം ലംഘിക്കുക ചെയ്തത്. ഒരു വിദ്യാർത്ഥിയെ താഴെ ഇറക്കാൻ പറ്റാത്ത, കഴിവില്ലാത്ത പോലീസ് അയാളെ മുകളിലിരുത്തിക്കൊണ്ട് പോലീസ് ക്യാമ്പിലേക്ക് വണ്ടി ഓടിച്ചു പോവുക എന്ന് പറഞ്ഞാൽ എത്ര ഒരു നാണം കെട്ട ഒരു കാര്യമാണ്. അതാണ് ഇന്നലെ തിരുവനന്തപുരത്ത് സംഭവിച്ചത്. നമ്മളിവിടെ ആലോചിക്കേണ്ട ചില കാര്യങ്ങളുണ്ട്. SFI പ്രവർത്തകർ എങ്ങനെയാണ് യൂണിവേഴ്സിറ്റി വളപ്പിനുള്ളിൽ കടന്ന് സെനറ്റ് ഹാളിന്റെ മുമ്പിൽ ഒരു പന്തല് കെട്ടി സമരം ചെയ്യാൻ സാധിക്കുക? അവർക്കത് എങ്ങനെ സാധിക്കും? കൃത്യമായ സഹായം അതിൻ്റെ ഉള്ളിൽ നിന്ന് ലഭിക്കാതെ 2-3 സെക്യൂരിറ്റി ഉദ്യോഗസ്ഥന്മാർ അല്ലെങ്കിൽ സെക്യൂരിറ്റി ഗാർഡുകൾ വിചാരിച്ചാൽ നടക്കുന്ന കാര്യമല്ല. അവർ ലോറിയിൽ ഈ ടെന്റ് കെട്ടാൻ, പന്തല് കെട്ടാനുള്ള സാമഗ്രികളുമായിട്ടാണ് വരുന്നത്. അത് അവരവിടെ കെട്ടി ഉയർത്തുകയാണ്. അത് തടയാൻ എന്തുകൊണ്ട് യൂണിവേഴ്സിറ്റിക്ക് സാധിച്ചില്ല? ആരുടെയെങ്കിലും സഹായം കൂടാതെ ഇവർക്ക് അകത്ത് കടക്കാൻ പറ്റുമോ? പന്തല് കെട്ടാൻ പറ്റുമോ? അവിടെ സമരം ചെയ്യാൻ പറ്റുമോ? ആരാണ് ഇതിന് ഉത്തരവാദി? രജിസ്ട്രാർക്ക് അതിൻ്റെ ഉത്തരവാദിത്വം ഇല്ലേ ഇത് തടയുന്നതിന്? അല്ലെങ്കിൽ അതുപോലെയുള്ള ആരുടെയെങ്കിലും സഹായം SFIക്ക് ലഭിച്ചോ? VC ഉത്തരവിട്ടതാണല്ലോ പന്തല് പൊടിച്ചു മാറ്റണമെന്ന്. എന്തുകൊണ്ടാണ് രജിസ്ട്രാർ അത് ചെയ്യാതിരുന്നത്? ഈ ചോദ്യങ്ങൾക്ക് ഉത്തരം ലഭിക്കേണ്ടതല്ലേ? ഇന്നലെ അവസാനം യൂണിവേഴ്സിറ്റി ഓഫീസിന്റെ വരാന്തയിൽ കയറി കസേരയിട്ട് സമരം തുടങ്ങിയപ്പോഴാണ് രജിസ്ട്രാർക്ക് ചൂട് കയറിയത്. അപ്പോഴാ പോലീസിനെ വിളിച്ചത്. അതുവരെ പോലീസിന്റെ സഹായം തേടിയിട്ടില്ല. ഇതെന്തുകൊണ്ടാണ് സംഭവിക്കുന്നത്? SFI എന്ന് പറയുന്ന വിദ്യാർത്ഥി സംഘടന അത് ഭരിക്കുന്ന പാർട്ടിയുടേതായതുകൊണ്ട് അവർക്ക് എന്തു തോന്നിയവാസവും ചെയ്യാമെന്നാണോ? അതിന് അനുവാദമുണ്ടെന്നാണോ? അവർക്ക് ഏത് സമയവും റോഡ് ബ്ലോക്ക് ചെയ്യാമെന്നാണോ? ഇതെന്തൊരു രാജ്യമാണിത്? സെക്രട്ടേറിയറ്റിൻ്റെ ഉള്ളിലേക്ക് സമരക്കാർ കടന്നു ചെന്നിട്ട് അവിടെ പന്തല് കെട്ടി സമരം ചെയ്യാൻ പിണറായി വിജയൻ സമ്മതിക്കുമോ? അവിടുത്തെ മറ്റു സംവിധാനങ്ങൾ അത് സമ്മതിച്ചു കൊടുക്കാൻ തയ്യാറാവുമോ? സമരം ചെയ്യുന്നവർ ഗേറ്റ് ചാടിക്കടന്ന് ഉള്ളിലേക്ക് പോയാൽ തന്നെ അടിച്ചു ശരിപ്പെടുത്തുന്ന പോലീസാ നമുക്കുള്ളത്. എന്തുകൊണ്ടാണ് SFIക്കാരുടെ ഈ പന്തല് കെട്ടി സമരം അല്ലെങ്കിൽ കുടികിടപ്പ് സമരം തടയാൻ പോലീസിനോ യൂണിവേഴ്സിറ്റിക്കോ കഴിയാതെ പോയത്? ഇതൊക്കെ സംസ്ഥാന സർക്കാരിന്റെ മൂക്കിന് താഴെ നടക്കുന്ന കാര്യങ്ങളാ. ഇതെല്ലാം സംസ്ഥാന സർക്കാരിലെയും സംസ്ഥാന സർക്കാരിനെ നയിക്കുന്ന പാർട്ടിയിലെ ഉന്നതരുടെയും അറിവോടെയാണ് എന്ന കാര്യത്തിൽ ആർക്കാണ് സംശയം? ഈ സമരത്തിൽ ഇടപെടാത്തതിന് പോലീസ് നൽകുന്ന ഒരു ന്യായം വളരെ രസകരമാണ്. ക്രമസമാധാന പ്രശ്നം ഉണ്ടാകുമെന്ന്. ക്രമസമാധാനം പാലിക്കാനാണ് നമ്മൾ പോലീസിനെ അവിടെ നിയോഗിക്കുന്നത്. എല്ലാ ചട്ടങ്ങളെയും വ്യവസ്ഥകളെയും നിരാകരിച്ച് അല്ലെങ്കിൽ നിഷേധിച്ചുകൊണ്ട്, അവഗണിച്ചുകൊണ്ട് ഒരു സംഘം ആളുകൾ യൂണിവേഴ്സിറ്റി ഓഫീസിനുള്ളിൽ കിടന്ന് സമരം ചെയ്യുമ്പോൾ അതിനെ തടയേണ്ടത് പോലീസാ. അങ്ങനെയാണ് ക്രമസമാധാനം പാലിക്കേണ്ടത്. നിങ്ങൾ തിരുവനന്തപുരത്തെ പോലീസുകാര് ഈ ക്രമസമാധാന പ്രശ്നം ഉണ്ടാകാതിരിക്കാനാണല്ലോ വഞ്ചിയൂരില് റോഡ് ബ്ലോക്ക് ചെയ്ത് സ്റ്റേജ് കെട്ടി CPM ജില്ലാ സമ്മേളനത്തിന്റെ സമാപന യോഗം നടത്തിയപ്പോൾ മിണ്ടാതിരുന്നത്. ക്രമസമാധാനം തകർന്നു പോകുന്ന പേടിച്ചിട്ടാണല്ലോ. ഇപ്പൊ എന്തുവാ സംഭവിച്ചിരിക്കുന്നത്? നമ്മുടെ പോലീസ് സേനയുടെ തലവൻ DGP സർവാപരാധങ്ങളും ക്ഷമിക്കണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് ഹൈക്കോടതിയിൽ മാപ്പപേക്ഷ നൽകിയിരിക്കുക. മറ്റുദ്യോഗസ്ഥന്മാരും തെറ്റുപറ്റിപ്പോയി ക്ഷമിക്കണം, അന്ന് ഇടപെടാതിരുന്നതിന് പറ്റിയതാ. ഈ കേരള പോലീസിന് കഴിഞ്ഞ ദിവസം പത്തനംതിട്ടയില് ഒരു വിവാഹ സൽക്കാരം കഴിഞ്ഞു വന്ന ആളുകളെ യാതൊരു പ്രകോപനവും കാരണവും കൂടാതെ തല്ലിച്ചതയ്ക്കുന്നതിന് നിങ്ങൾക്ക് പ്രശ്നവും തടസ്സമൊന്നും ഉണ്ടായില്ലല്ലോ. ഒരു സ്ത്രീയുടെ തോളിൽ അടിച്ചു പൊട്ടിച്ചല്ലേ നിങ്ങൾ? അപ്പൊ നിങ്ങൾക്ക് ഈ ക്രമസമാധാന പ്രശ്നം ഉണ്ടാവുന്ന പേടി അതൊന്നും ഉണ്ടായില്ലല്ലോ. ഒരു കാരണവും കൂടാതെ ഒരു സംഘം ആളുകളെ അവരൊരു കല്യാണത്തിന് പോയിട്ട് വന്നതാ. അതാണ് ഇവിടെ നടക്കുന്നത്. അതാണ് നമ്മുടെ പോലീസ്. അവർക്ക് SFIയുടെ കാര്യം വരുമ്പോൾ വലിയ പ്രശ്നമാണ്. DYFIയുടെയും CPMന്റെയും കാര്യം വരുമ്പോൾ വലിയ പ്രശ്നമാണ്. SFIക്കാരുടെ ഒരു കാര്യം പറയാറുണ്ട്, സ്വാതന്ത്ര്യം, ജനാധിപത്യം, സോഷ്യലിസം. അതാണല്ലോ നമ്മുടെ ആപ്തവാക്യം, നമ്മുടെ മുദ്രാവാക്യം. നിങ്ങൾ കേരളത്തിലെ ഏറ്റവും വലിയ വിദ്യാർത്ഥി സംഘടനയാണ്. വിദ്യാർത്ഥികൾക്കിടയിൽ വലിയ സ്വാധീനമുള്ള ഒരു സംഘടനയാണ്. നിങ്ങൾ ഇത്തരത്തിൽ വെറും ഗുണ്ടാ സംഘമായിട്ട്
തരം താഴരുത്. നിങ്ങൾക്ക് കേരളത്തിലെ വിദ്യാർത്ഥികൾക്ക് മാർഗദർശനം നൽകാനുള്ള ഒരു ഉത്തരവാദിത്വമാണുള്ളത്. അതല്ലല്ലോ നിങ്ങൾ നിർവഹിക്കുന്നത്. ഈ സമരം കൊണ്ടൊക്കെ നിങ്ങൾ എന്താ നേടുന്നത്? നിങ്ങളുടെ സമരങ്ങളുടെ മുൻനിരയിൽ നിൽക്കുന്ന ചില ആളുകൾക്ക് അടുത്ത നിയമസഭാ തെരഞ്ഞെടുപ്പ് വരുമ്പോൾ എവിടെയെങ്കിലും സീറ്റ് കിട്ടുമായിരിക്കും. ആശ്രയിക്കോ അനുശ്രീക്കോ ഒക്കെ സീറ്റ് കിട്ടുമായിരിക്കും. അതല്ലാതെ ഇത്തരത്തിലുള്ള സമരം കൊണ്ട് നിങ്ങൾ എന്തു നേട്ടമാണ് ഉണ്ടാക്കാൻ പോകുന്നത്? നിയമപരമായിട്ട് കോടതിയിലിരിക്കുന്ന ഒരു പ്രശ്നമാണ്. അതിൻ്റെ പേരിലാണ് നിങ്ങൾ യൂണിവേഴ്സിറ്റി ആസ്ഥാനത്ത് സമരം നടത്തിക്കൊണ്ടിരിക്കുന്നത്. ന്യായമായ കാര്യങ്ങൾക്ക് വേണ്ടി നിങ്ങൾ സമരം നടത്തണം. അതാണ് നിങ്ങളിൽ നിന്ന് പ്രതീക്ഷിക്കുന്നത്. നിങ്ങളൊരു കാര്യം ശ്രദ്ധിച്ചോ എന്ന് അറിയില്ല. കേരളത്തിലെ വിദ്യാഭ്യാസവുമായി ബന്ധപ്പെട്ട് ഒരു പ്രധാനപ്പെട്ട നിയമം വരാൻ പോകുക. അതിൻ്റെ ചർച്ചകൾ നടക്കുകയാണ്. അതായത് മെഡിക്കൽ എഞ്ചിനീയറിംഗ് കോഴ്സുകൾ അടക്കമുള്ള കോഴ്സുകൾ നടത്താനുള്ള അനുവാദത്തോടു കൂടി കേരളത്തിൽ സ്വകാര്യ സർവകലാശാലകൾ ആരംഭിക്കുന്നത് സംബന്ധിച്ച ഒരു ബില്ല് അത് കഴിഞ്ഞ ദിവസം നമ്മുടെ മന്ത്രിസഭ ചർച്ച ചെയ്തു. പക്ഷെ തീരുമാനമെടുത്തില്ല. കൂടുതൽ പഠനം വേണം എന്ന് CPI ആവശ്യപ്പെട്ടതുകൊണ്ട് അവർക്ക് ഈ പാലക്കാട് ബുർബറീസ് സംബന്ധിച്ച് അക്കടി പറ്റിപ്പോയതാ. അന്ന് മിണ്ടാതിരുന്നു. അതങ്ങ് പാസ്സായി. അത് വലിയ ചർച്ചാ വിഷയവും വിമർശനവുമായി. അതുകൊണ്ട് ഈ പ്രശ്നം വന്നപ്പോൾ, ഈ ബില്ല് വന്നപ്പോൾ CPI എതിർത്തു. വളരെ ശക്തമായിട്ട് മന്ത്രി പ്രസാദ് എതിർപ്പറിയിച്ചു. അതുകൊണ്ട് അത് മാറ്റിവെച്ചിരിക്കുക. CPI മന്ത്രിസഭയ്ക്കുള്ളിൽ എതിർപ്പ് പറഞ്ഞപ്പോൾ മറ്റൊരു സഖ്യകക്ഷി ഘടകകക്ഷി മന്ത്രിസഭയ്ക്ക് പുറത്ത് എതിരഭിപ്രായം പറഞ്ഞു, ശക്തമായിട്ട് എതിർത്തു. നമ്മുടെ RJDക്ക് മന്ത്രിസഭയിൽ പങ്കെടുത്തുകൊണ്ട് പ്രതിഷേധം അറിയിക്കാനുള്ള ഒരു സൗകര്യമില്ലല്ലോ. കാരണം അവർക്ക് മന്ത്രിസഭയിൽ അംഗങ്ങളില്ലല്ലോ. പല ഏകകക്ഷി പാർട്ടികൾക്കും ഒറ്റ MLA ഉള്ള പാർട്ടികൾക്കും മന്ത്രിസഭയിൽ പ്രാതിനിധ്യം നൽകിയപ്പോൾ 2.5 വർഷം എങ്കിലും പ്രാതിനിധ്യം നൽകിയപ്പോൾ പുറത്തു നിർത്തിയിരിക്കുന്നത്, അതായത് അയിത്തം കൽപ്പിച്ചു പുറത്തു നിർത്തിയിരിക്കുന്ന ഏക പാർട്ടിയാണ് RJD. അവരതുകൊണ്ട് എന്ത് ചെയ്യും? മന്ത്രിസഭയ്ക്ക് പുറത്ത് പ്രതിഷേധം അറിയിക്കും. ഈ ബില്ലിന്റെ കാര്യത്തിലും അവര് ശക്തമായ എതിർപ്പാണ് അറിയിച്ചിരിക്കുന്നത്. SFIക്കാർ ഒരു പഴയ സംഭവം ഓർമ്മിപ്പിക്കുക. UDF ഭരിക്കുന്ന കാലത്ത് ഉന്നത വിദ്യാഭ്യാസ കൗൺസിലിന്റെ വൈസ് ചെയർമാനായിരുന്ന TP ശ്രീനിവാസനെ നിങ്ങൾ അടിച്ചു വീഴ്ത്തിയ ഒരു സംഭവം കോവളത്ത് വെച്ച്. അന്ന് ഈ സ്വകാര്യ സർവകലാശാലകളെ കുറിച്ചൊക്കെ ചർച്ചകൾ നടക്കുന്ന സമയമാണ്. അതിൻ്റെ പേരിലാണ് പാവം ശ്രീനിവാസനെ നിങ്ങൾ പരസ്യമായി തല്ലി നിലത്ത് വീഴ്ത്തിയത്. അന്ന് നിങ്ങൾ സ്വകാര്യ സർവകലാശാലകൾ കൊണ്ടുവരാനുള്ള ആലോചനകളിൽ പ്രതിഷേധം രേഖപ്പെടുത്തിക്കൊണ്ടാണ് ഇത് ചെയ്തത്. ഒരു അംബാസഡർ ആയിരുന്ന ആളാണ്, ഇന്ത്യയുടെ സ്ഥാനപതി പല രാജ്യങ്ങളിൽ. അദ്ദേഹത്തെയാണ് നിങ്ങൾ അടിച്ചു വീഴ്ത്തിയത്. എന്നിട്ട് നിങ്ങളിപ്പോൾ ഈ പുതിയ ബില്ലിനെ പറ്റി എന്തേ നിശബ്ദത പാലിക്കുന്നു? AISF-ഉം AIYF-ഉം അവരൊക്കെ ഭരണമുന്നണിയുമായി ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്ന യുവജന വിദ്യാർത്ഥി സംഘടനകളാണല്ലോ. അവരൊക്കെ ശക്തമായ എതിർപ്പ് പ്രകടിപ്പിച്ചിരിക്കുക. നിങ്ങളുടെ നിലപാടെന്താ ഈ ബില്ലിന്റെ കാര്യത്തിൽ? കേരളത്തിൽ സ്വകാര്യ സർവകലാശാലകൾ അനുവദിക്കാൻ അനുവാദം നൽകുന്ന ഈ ബില്ലിന്റെ കാര്യത്തിൽ നിങ്ങളുടെ അഭിപ്രായം എന്താണ്? SFIക്ക് എന്താണ് പറയാനുള്ളത്? നിങ്ങൾക്ക് ധൈര്യമുണ്ടെങ്കിൽ നിങ്ങൾ സമരം ചെയ്യേണ്ടത് ഈ ബില്ലിനെതിരെയാ. നിങ്ങളുടെ പാർട്ടി നയിക്കുന്ന സർക്കാർ കൊണ്ടുവരാൻ പോകുന്ന ഈ ബില്ലിനെതിരെയാണ്. അതിന് നിങ്ങൾക്ക് ചങ്കൂറ്റമുണ്ടോ?